ഇവിടെ നീ എനിക്ക് സ്വൈര്യം തരില്ലല്ലേ? ഞാൻ വീട്ടിൽ വന്ന് പറയാൻ പുറപ്പെടുകയായിരുന്നു. നീ എന്റെ പടി ചവിട്ടിയാൽ പുണ്യാഹം തളിക്കണം. തേവിടിച്ചേ. നിധി കിട്ടിയ പോലെ ഒളിപ്പിച്ചു വെച്ചോ. ഇതേ അവളെ തെരുവിൽ വീണ് കിടക്കുന്നത് കണ്ട് ആളുകൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. വേണ്ട, വ്യാഖ്യാനം വേണ്ട, എനിക്കറിയാം. ഞാനാണ് പറയുന്നത്. ഭാരതി, ഭാരതി നിൽക്കൂ. പോകുന്നില്ലേ? എന്തൊക്കെയായാലും ഈ ഘട്ടത്ത് പോയില്ല അച്ചാൽ എന്നും അതൊരു മനസ്താപത്തിനിടയാവും. ഉപദേശിക്കല്ല. വയ്യ, ഞാൻ എവിടേക്കുമില്ല. അവകാശികൾ വേറെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു വലിഞ്ഞു കയറണം? അല്ല, നാട്ടുകാരും മറ്റും ചോദിക്കുമ്പോ സാറിനായിരിക്കും വിഷമം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ എനിക്ക് നാടകം കളിക്കണ്ട. അവിടെ അതറിയുന്നവരെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റുകാർ വന്നു കണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നു. ജയദേവൻ ആർട്ടറ്റാക്കായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ഭയങ്കര കുടിയാണ്. കുടികൊണ്ട് വന്ന സൂക്കേടാണ്. ഹേയ്, അതൊക്കെ വെറുതെ. കുടിക്കാതെ എത്രയോ ആൾക്കാർക്ക് അറ്റാക്ക് വരുന്നു. ഭാര്യ മക്കളൊന്നുമില്ലേ? മക്കളില്ല. ഭാര്യയായിട്ട് മുമ്പേ തെറ്റല്ലേ? ഏതോ ഒരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിട്ടില്ലേ? ഉണ്ടായിരുന്ന കാശ് മുഴുവൻ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് മുടിഞ്ഞു എന്ന് ആരോ പറഞ്ഞു. ഒരു ബ്ലഡ് ക്ലോട്ട് ഇപ്പോഴുമുണ്ട്. അത് മാറിയാലേ സേഫായെന്ന് പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ എത്ര സമയം ഇങ്ങനെ കഴിയും? ഒരു മുറി എടുത്ത് തരാൻ പറയാം. ഇവിടെ അടുത്തൊരു ലോഡ്ജുണ്ട്. വേണ്ട, സാറ് വേണമെങ്കിൽ കുറച്ച് വിശ്രമിച്ചോളൂ. ഞാനിവിടെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പത്ര റിപ്പോർട്ടർമാർ വരും. പിന്നെ സാറ് പേടിക്കണ്ട. ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഒരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞോളാം. അവൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണത്രേ. മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ കണക്ക് തീർക്കാൻ അവസരം കാണുന്നത്. എന്ത് പറയാൻ? മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ കണക്ക് തീർക്കാൻ അവസരം കാണുന്നത്. ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഗീത ഇവിടെ? ഇതെന്താ അത്ഭുതം? നാടകം കാണാൻ ഇരിക്കുന്നില്ലേ? ഇവിടെ എങ്ങനെ ഒന്ന് പെട്ടു? ഞാൻ ബാബു ജോസ്, ഇതിൽ മെയിൻ റോളാണ്. ഗീത സാറിനെ പറ്റി എപ്പോഴും പറയും. ഞങ്ങൾ വന്ന് കാണുന്നുണ്ട്. പറഞ്ഞോ? സാറിനോട് പറഞ്ഞോ? ഞങ്ങൾ മോഡൽ ഹോട്ടലിലാണ് ക്യാമ്പ്. നാടകം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞാൻ വന്ന് സാറിനെ കൂട്ടിക്കൊണ്ട് പോന്നോളാം. ഒക്കെ ഗീത പറയും. ഞാൻ റൂമിലുണ്ടാവും. ഓ, ഇരുന്നാട്ടെ. ഞാൻ പോയത് കൊണ്ട് സാറിനെ പിടികിട്ടി. വണ്ടിയുടെ സമയം വരെ സാറിനെ കൊണ്ട് സംസാരിപ്പിച്ചിരുത്താനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ഞാൻ പിടിച്ച പിടിയാലും കൊണ്ടുവന്നു. ഞാനിപ്പോ വരാം. നാടകക്കാരിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പിഴക്കണ്ടേ? ഇതുവരെ തൊഴിലാണല്ലോ. വലിയ കുഴപ്പമില്ലെന്ന് കാണുന്നവർ പറയുന്നു. അച്ഛൻ സമ്മതിച്ചു? അച്ഛൻ മരിച്ചു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കണമെന്ന് ആലോചിച്ചു.
കല്യാണം കഴിഞ്ഞ പിറ്റേ മാസമാണ്. എന്തിനു നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തണമെന്ന് തോന്നി. നളിനി ഇപ്പോഴെവിടാണെന്ന് അറിയില്ല. ആരോടൊന്നും പറയാതെ നാട് വിട്ടു. അച്ഛനുള്ളപ്പോൾ തന്നെ. ഒരു ഡ്രൈവറുടെ കൂടെയാണ് പോയതെന്ന് ആരോ പിന്നെ പറഞ്ഞു. ഒരു വിവരവും ഇല്ല. ഞാൻ നിനക്ക് പറ്റിയ വല്ല ജോലി അന്വേഷിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോ ശരിയായെന്ന് വരും. വേണ്ട, വേഷം കെട്ടിപ്പോയില്ലേ. ഇനി നിർത്തിയാലും നാടകക്കാരി എന്ന പേര് ബാക്കി കിടക്കും. ഇതൊക്കെ മതി. വേണ്ട, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല എന്ന് ഗീത പറഞ്ഞു. എന്നാൽ ഒരു കമ്പനിക്ക് വേണ്ട. സാർ, ഞങ്ങളുടെ സന്തോഷത്തിന് ഒന്ന് സിപ്പ് ചെയ്താൽ മതി പ്ലീസ്. ചേഴ്സ്. Cheers. ഈ നാടകത്തിൽ ഹെവി ബുക്കിംഗാ. ഞങ്ങൾ തന്നെ മെയിൻ. പക്ഷെ ചാക്കോ ചേട്ടന് കാശ് തരാൻ വലിയ മടിയാ. നാടകം കൊണ്ടാ പ്രസ് മേടിച്ചത്. ഒരു കൊല്ലത്ത് 300-350 ബുക്കിംഗ് അല്ലേ? നീ കാര്യം പറഞ്ഞില്ലേ? സ്വന്തമായൊരു ട്രൂപ്പ് ഉണ്ടാക്കണമെന്ന ആഗ്രഹം. എന്നാലേ ഞങ്ങൾക്ക് വല്ല ഗുണവും കിട്ടൂ. സാറ് ഞങ്ങളെ സഹായിക്കണം. സാറിനെ അറിയാൻ ഗീതയ്ക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ ജയിച്ചെന്ന്. സാറ് ഒരു നാടകം എഴുതരണം. ഞാൻ നാടകം എഴുതിയിട്ടില്ല. കഥയും നോവൽ എഴുതുന്ന പോലെയല്ല ഒരു പ്രൊഫഷണൽ നാടകം. ജയദേവ് സാർ ആദ്യമായിട്ട് എഴുതുന്ന നാടകം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പബ്ലിസിറ്റി അല്ലേ? അല്പം മോശമായാൽ അറിയുന്ന തൊഴിൽ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ കശക്കും. വേണ്ട. കഥനൂർ ഗസ്റ്റ് ഹൗസ് നല്ല സ്ഥലമാണ്. അവിടെ വെറുതെ ഇരുന്നാ മതി. സാറിന് ഇൻസ്പിറേഷൻ വരും. ഒരൊറ്റ ആഴ്ച മതി. ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തോളാം. കഴിയുന്ന ഒരു പ്രതിഫലം ഞങ്ങൾ തരും. സാറ് സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഇതെന്റെ ഫീൽഡല്ല. പിന്നെ ലീവിന്റെ പ്രശ്നം. എഴുതണം. എന്റെ ആവശ്യമാണ്. എന്തെങ്കിലും വേണമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ബാബുവേട്ടൻ. ബാബുവേട്ടൻ, നീ എങ്ങനെയാണ് അവനെ സഹിക്കുന്നത്? പലതും അങ്ങനെ സഹിക്കേണ്ടി വരുന്നു, തൊഴിലിന്റെ ഭാഗമായിട്ട്. നിനക്കെന്നോട് തീരാത്ത പകയുണ്ടാവുള്ളിൽ. എനിക്കറിയാം. ഏയ്, എത്തേണ്ട സ്ഥലത്തെത്തിയതിന് പക തോന്നുന്നു. പത്രങ്ങളിൽ കാണുമ്പോൾ കൂടുതൽ പേര് കിട്ടുന്നെന്നറിയുമ്പോൾ സന്തോഷിക്കാറേ ഉള്ളൂ. ഒരവകാശം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ആരുമായിരുന്നില്ല. ഇവിടെയാണ് ക്യാമ്പെന്ന് ഭാരതിയോട് പറഞ്ഞു. എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞു. വിസ്തരിക്കാൻ നിന്നില്ല. അവൾക്ക് ഞാൻ ഏത് നേരം അവളുടെ കൺവെട്ടത്ത് വേണം. അങ്ങനെ ചില പിടിവാശികൾ. അത് നല്ലതല്ലേ? ചേട്ടനെ അടക്കി ഭരിച്ച അതേ ശീലം തന്നെ എൻ്റെ അടുത്തും. ചിലപ്പോൾ അവൾ പറയുന്ന ആരെങ്കിലും കേട്ടാൽ തോന്നും ഞാനൊരു ചെറിയ സ്കൂൾ കുട്ടിയാണ്. സ്നേഹക്കൂടലുണ്ടല്ലേ? ഭാഗ്യം വേണം അതിനും. സാർ, ആ പാട്ടിന്റെ ലൈൻസ് തന്നാൽ അത് എഴുതി തീരുമ്പോഴേക്കും ഞാൻ സെറ്റ് ചെയ്യാമായിരുന്നു. നീ അത് പറഞ്ഞില്ലേ? അതിന് വേറെ ആളെ വിളിക്കണ്ട. സാർ ആദ്യം കവിതയാണ് തുടങ്ങിയതെന്ന് ഗീത പറഞ്ഞു. തിരക്കില്ല, ഇത് എഴുതി കഴിഞ്ഞിട്ടായാലും മതി. ഇതാ കവിതയെന്നോ പാട്ടെന്നോ എന്ത് വേണേ പറയാം. വല്ലതും എഴുതാൻ തുടങ്ങിയാൽ പിന്നെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. വരികൾ, വാക്കുകൾ, കഥാപാത്രങ്ങൾ ഒക്കെ ഒരു പകുതി സ്വപ്നം പോലെ തലയിലുണ്ടാവും. പോയി കിടക്കൂ. അരുത്. ഓ, ബാബു ജോസിനോട് പാതിവൃത്യം പുലർത്തണമായിരിക്കും.
എനിക്കെന്തുമാകാം, ജയച്ചേട്ടൻ താഴാൻ പാടില്ല. ബാബു ജോസ് എനിക്കാരുമില്ല. നിർത്തേണ്ട അകലത്തിൽ നിർത്താൻ എനിക്കറിയാം. ഭാരതിയെ ഇനി വഞ്ചിച്ചാൽ എന്റെ മനസ്സിൽ എന്നും അഴുക്കുണ്ടാവും. പോയി കിടക്കൂ.